വർഷം 2008. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ IPL തുടങ്ങിയ വർഷം. പങ്കെടുത്തത് 8 ടീമുകൾ. അവിടേക്കായിരുന്നു ഒരു പരിശീലകനെ പോലും നിയമിക്കാതെ കടലാസ് കണക്കുകളിൽ എവിടെയും ഇടം പിടിക്കാത്ത ഒരുപറ്റം കളിക്കാരുമായി അവർ എത്തിയത്. രാജസ്ഥാൻ റോയൽസ്. ക്യാപ്റ്റനായ സ്പിൻ ഇതിഹാസം ഷെയ്ൻ വോൺ ഒരേ സമയം നായകനായും പരിശീലകനായും മുന്നിൽ നിന്ന് നയിച്ച രാജസ്ഥാൻ റോയൽസ് ഡൽഹി ഡെയർഡെവിൾസിനെതിരെ ആദ്യ മത്സരത്തിൽ പരാജയത്തോടെ തുടങ്ങി ഒടുവിൽ അവസാന മത്സരത്തിൽ അവസാന ബോളിൽ ചെന്നൈക്കെതിരെ അവിശ്വസനീയ വിജയം നേടി പ്രഥമ കപ്പുയർത്തിയ രാജസ്ഥാൻ റോയൽസ്. ആദ്യ IPL കിരീടമെന്ന ചരിത്ര നേട്ടം ഒഴിച്ചാൽ പിന്നീട് ഇതുവരെ IPLൽ സുവർണ കിരീടത്തിൽ മുത്തമിടാൻ അവർക്കായിട്ടില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്നും ഇന്നും താരപ്രഭയിൽ ടീമിനെ പടുത്തുയർത്താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലാത്ത ടീമാണ് രാജസ്ഥാൻ റോയൽസ്. ഏത് സീസൺ ആരംഭിച്ചാലും കടലാസിൽ ദുർബലർ എന്ന വിശേഷണമാണ് രാജസ്ഥാൻ റോയൽസിന് ലഭിക്കാറുള്ളത്. കിരീട നേട്ട സാധ്യതയ്ക്ക് മുംബൈക്കും ചെന്നൈക്കും കൊൽക്കത്തയ്ക്കുമൊക്കെ താഴെയാണ് എപ്പോഴും രാജസ്ഥാന്റെ സ്ഥാനം. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിന് രാജസ്ഥാൻ നൽകുന്ന സംഭാവന ഒട്ടും ചെറുതല്ല. മാത്രമല്ല, പരമ്പരാഗതമായി ഒരു ക്രിക്കറ്റ് ടീമിനെ വാർത്തെടുക്കുന്ന ശൈലിയിലും മാറ്റം കൊണ്ടുവരുന്നതിൽ രാജസ്ഥാൻ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രായം പ്രതിഭയെ അളക്കാനുള്ള അളവുകോലല്ല എന്ന് തെളിയിക്കുന്നതിലും രാജസ്ഥാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. രവീന്ദ്ര ജഡേജ, അജിൻക്യ രഹാനെയിൽ തുടങ്ങി യശസ്വി ജയ്സ്വാൾ, സഞ്ജു വി സാംസൺ വരെ എത്തി നിൽക്കുന്നു രാജസ്ഥാൻ കൈപിടിച്ചുയർത്തിയ താരങ്ങളുടെ പട്ടിക. അതേസമയം തന്നെ 41-കാരനായ പ്രവീൺ താംബെ പോലുള്ള വെറ്ററൻ താരങ്ങൾക്കും അവസരം നൽകുന്നതിൽ രാജസ്ഥാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത താരങ്ങൾക്ക് പിന്തുണ നൽകി അവരെ ഉയർത്തിയെടുക്കുന്നതിലും അവരിൽ വിശ്വാസം അർപ്പിക്കുന്നതിലും മറ്റേത് IPL ടീമിനേക്കാളും മികച്ചവർ രാജസ്ഥാൻ റോയൽസ് ആണെന്ന കാര്യത്തിലും എതിരഭിപ്രായം ഉണ്ടാകില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 2018 മുതൽ ടീമിലുണ്ടായിട്ടും ടീമിന് കാര്യമായ സംഭാവന നൽകാൻ കഴിയാതിരുന്ന റിയാൻ പരാഗ് എന്ന താരത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്. സ്ഥിരമായി ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെടുമ്പോഴും പൂർണ്ണ പിന്തുണ നൽകുകയും നായകനുമാക്കി ഇന്ന് കാണുന്ന സഞ്ജു സാംസൺ ആക്കിയത് മറ്റൊരുദാഹരണം. ഇപ്പോഴിതാ മറ്റൊരു IPL മെഗാലേലം കൂടി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ പതിവ് തെറ്റിച്ചില്ല. 13 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയെ രാജസ്ഥാൻ സ്വന്തമാക്കുമ്പോൾ ആരും അത്ഭുതപ്പെട്ടില്ല. കാരണം രാജസ്ഥാൻ ഒരു താരത്തെ സ്വന്തമാക്കിയാൽ ആ താരത്തിൽ പ്രതിഭയുണ്ടെന്നും ആ താരത്തിന് ഉയർന്നു വരാനുള്ള വഴിവെട്ടാനും അവർക്ക് നന്നായി അറിയാം. അടിസ്ഥാന വിലയിൽ കിട്ടിയതുകൊണ്ട് വെറുതെ കോട്ട തികയ്ക്കാനുള്ള താരമല്ല വൈഭവ്. രഞ്ജി ക്രിക്കറ്റിൽ അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനെന്ന റെക്കോർഡ് വൈഭവ് സ്വന്തം പേരിലാക്കിയപ്പോൾ പിന്തള്ളിയത് സാക്ഷാൽ യുവരാജ് സിംഗിനെയാണ്. പിന്നാലെ യൂത്ത് ടെസ്റ്റ് സീരീസിൽ ഓസ്ട്രേലിയക്കെതിരെ നേടിയ 104 റൺസ് 170 വർഷത്തെ കോമ്പറ്റീറ്റീവ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരന്റേതും യൂത്ത് ലെവലിൽ ഒരു ഇന്ത്യൻ നേടുന്ന ഏറ്റവും വേഗമേറിയതുമായിരുന്നു. 30 ലക്ഷം അടിസ്ഥാന വിലയായി ഉണ്ടായിരുന്ന വൈഭവിനെ 1.10 കോടിക്കാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. ട്രെന്റ് ബോൾട്ട്, ജോസ് ബട്ട്ലർ, യുസ്വേന്ദ്ര ചാഹൽ, അശ്വിൻ തുടങ്ങിയ കരുത്തർ ടീം വിടുമ്പോഴും രാജസ്ഥാൻ തങ്ങളുടെ സ്ഥിരം ശൈലിയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നുള്ളത് വ്യക്തമാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് സൈനിങ് തന്നെയാണ് വൈഭവ് സൂര്യവംശിയുടെ. ചുരുക്കി പറഞ്ഞാൽ, കപ്പുകളുടെ എണ്ണത്തിനും കോടികളുടെ കിലുക്കത്തിനും മുകളിൽ വിലയിടുന്ന ഒരു കായിക സംസ്കാരമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിപ്പിടിക്കുന്നത്. പ്രതിഭകളെ തിരിച്ചറിഞ്ഞ് പിന്തുണച്ച് വളർത്തിയെടുക്കുന്ന സംസ്കാരം.